ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖക്കുരു വന്ന പാടുകൾ, അതേപോലെ തന്നെ മുഖക്കുരു ഉള്ളവരെ മുഖക്കുരു അകറ്റാനായിട്ട് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പാടുകൾ പല രീതിയിൽ വരാം, പൊള്ളിയ പാടുകൾ, മുറിവിന്റെ പാടുകളൊക്കെ വരാം. ഈ പാടുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണ് അത് അവിടെ പാടുകളായിട്ട് തന്നെ കിടക്കാനായിട്ട് കാരണം. തുടക്കത്തിൽ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ഒന്ന് അകറ്റിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലൊരു പാടും ഉണ്ടായിരുന്നു, ഒരു വാച്ച് കെട്ടിയപ്പോഴും സംഭവം കൊണ്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ ഭയങ്കര ബ്ലാക്ക് കളറായിട്ട് കിടക്കുമായിരുന്നു. കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തോരം ബുദ്ധിമുട്ടാണെന്നുള്ളത്. പിന്നെ അതിനെ ഞാൻ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇപ്പോൾ ഫെയ്ഡായി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ചെയ്യുക. ചിലർ പറയും വർഷങ്ങൾ പഴക്കമുള്ള പാടാണെന്ന് പറയും. അതിനെ വർഷങ്ങൾ പഴകാനായിട്ട് ഇട്ടേക്കരുത് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ടിപ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ടത് പേരയുടെ കുറച്ച് അധികം മൂക്കാത്ത ഇലകളാണ് കേട്ടോ. പേരയിലയിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖത്തെ കുരുക്കളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പേരയില. മുഖക്കുരു മാത്രമല്ല, മുഖത്തെ പാടുകൾ, കറുത്ത പാടുകൾ ഒക്കെ വരുന്ന അവസ്ഥയുണ്ടല്ലോ, അതുപോലെ തന്നെ കരിവാളിപ്പിനും നല്ലതാണ്. മുഖം നന്നായിട്ട് തിളങ്ങാനൊക്കെ ഇത് സഹായിക്കും. ഒരു നിറമൊക്കെ വയ്ക്കാനായിട്ടും നല്ലതാണ് കേട്ടോ ഈ പാക്ക്. അപ്പോൾ പേരയില നന്നായിട്ട് കഴുകിയെടുക്കുക. കാര്യം അതിൽ പൊടിയൊക്കെ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് അരക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് വെറുതെ അരക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. കുറച്ച് പാല്, ഒരല്പം വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ച് അതിൻ്റെ നീരെടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. പാടുകൾ പോകാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ക്രീം കളറാണ്. അപ്പോൾ ഒറിജിനൽ ക്രീം കളറിലെ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കസ്തൂരി മഞ്ഞളെന്ന്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ഈ ഒരു തയ്യാറാക്കിയ ജ്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പേരയിലയും പാലും ചേർത്തിട്ടുള്ള ഇത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രാത്രിയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ കസ്തൂരി മഞ്ഞളുടെ കളറിലൊക്കെ ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത്. ഒരു മഞ്ഞ കളർ പോലെയൊക്കെ തോന്നുന്നില്ലേ, അത് രാത്രിയിൽ ആ ഒരു വീഡിയോ എടുത്തതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ശരിക്കും ക്രീം കളറിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ എത്ര നാൾ നമുക്ക് കേട് കൂടാതെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് 1 വർഷം വരെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. മുഖക്കുരു ഉള്ളവർ പാടം മാറ്റിയ പാൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഇതിൽ അവർക്ക് ചേർക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേനാണ് കേട്ടോ. ഒരല്പം തേനും കൂടി ചേർക്കാവുന്നതാണ്. അത്തരക്കാർക്ക് പാടുകളൊക്കെ പോകാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കരിമംഗല്യത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഹായ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.